السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ജ്യേഷ്ഠന്മാരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായി ആഘോഷിക്കുന്ന ഈ വേളയിലാണല്ലോ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പ്രൗഢമായ വേദിയിൽ സമസ്ത നൂറിൻ്റെ നിറവ് എന്ന ശീർഷകത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ എനിക്ക് അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പ്രവാചക കാലത്ത് പ്രവാചക ശിഷ്യരായ സഹാബികളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ചവരാണല്ലോ നാം മലയാളികൾ. അതിനെ തുടർന്ന് വിശ്വപണ്ഡിതന്മാരും സാദാത്യങ്ങളും ഈ മലയാളക്കരയിൽ ദീനിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ച് അതനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു വന്നിരുന്നു. അതിനിടയിലാണ് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ഉണ്ടാകുന്നതോ നാട്ടിൽ അലക്ഷിതാവസ്ഥ സംജാതമാകുന്നതോ. ആ സമരത്തിന് മുന്നിൽ നിന്ന ചിലർ സ്വന്തം സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് രായ്ക്കുരാമാനം സുരക്ഷിതമായ തേടി ഒളിച്ചോടുകയാണ്. ആ ഒളിവ് ജീവിതത്തിൽ അവർ പല ശുദ്ധകൃതികളും വായിച്ച് അതിൽ ആകൃഷ്ടരായി. പിന്നീട് അവർ ഐക്യസംഘം എന്നൊരു സംഘം രൂപീകരിക്കുകയും ബിദ്അത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും തുടങ്ങി. നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം നിരക്ഷേപം തുടർന്നു വന്നിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തള്ളിപ്പറയാനും മുസ്ലിം ഉമ്മത്തിൽ ബഹുഭൂരിഭാഗം വരുന്ന സുന്നികളെ ശിർക്ക് ചെയ്യുന്നവരെന്ന് പ്രചരിപ്പിക്കാനും അവർ മുന്നോട്ട് വന്നു. ഈ സമയത്ത് അഹ്ലു സുന്നയുടെ പണ്ഡിത ശ്രേഷ്ഠർ ഇക്കാര്യത്തിൽ ഗൗരവം മനസ്സിലാക്കി അതിനെതിരെ തുനിഞ്ഞിറങ്ങി. ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ട പണ്ഡിതന്മാർ മൗനം പാലിച്ച അല്ലാഹുവിന്റെ ശാപം അവനിൽ ഉണ്ടാവട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് 1926 ജൂൺ 26-ന് പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് രംഗത്തിറങ്ങുകയാണ്. പിന്നീട് അവ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നൊരു മഹിത പ്രസ്ഥാനം രൂപീകരിച്ചു. ഇന്ന് അത് 100ന്റെ നിറവിലാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ കാസർഗോഡ് വെച്ച് ഇൻഷാ അല്ലാഹ് അത് പ്രൗഢമായി ആചരിക്കപ്പെടുകയാണ്. അതായത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് കാവൽ നിന്നിട്ട് 100 വർഷത്തിന്റെ നിറവിലാണ് സമസ്ത. ഈ 100 വർഷത്തിനിടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും യഥാവിധി സംരക്ഷിച്ചത് സമസ്തയാണെന്നർത്ഥം. കാലത്തിന്റെ കുതുബ് വരക്കൽ തങ്ങളും പാങ്ങിൽ ഉസ്താദും കണ്ണിയ ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും കോട്ടുമല ഉസ്താദും കുമരം പുത്തൂർ AP ഉസ്താദും തുടങ്ങിയ പണ്ഡിതന്മാർ ഈ 100 വർഷത്തിനിടയിൽ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരുടെ ദർജയെ ഉയർത്തുമാറാവട്ടെ. ഈ വർത്തമാന കാലഘട്ടത്ത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സയ്യിദ്ന ഉലമയും ഷെയ്ഖ്ന അലിക്കുട്ടി ഉസ്താദിന്റെയും നേതൃത്വത്തിൽ നടന്നു പോരുന്നു. ഇന്ന് സമസ്ത കേരളക്കരയും പിന്നിട്ട് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു എന്ന് മാത്രമല്ല, സമസ്തയുടെ ഈ ലേണിംഗ് വിദ്യാഭ്യാസത്തിലൂടെ സമസ്തയുടെ വിപ്ലവം യുണൈറ്റഡ് സ്റ്റേറ്റ്, ആഫ്രിക്ക, GCC കൺട്രികളടക്കം 31 രാജ്യങ്ങളിൽ സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് സമസ്തയുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ നിതാകൃത ജാഗ്രത പുലർത്തണം എന്നുണർത്തി ഈ 100 വർഷത്തിനിടയിൽ മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി സമസ്തയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവണം എന്നുണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹക്കിന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.